ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വ്യാജ പ്രചരണങ്ങൾ കൊണ്ടും തെരുവിലിറങ്ങിയ അക്രമം നടത്തിയും കേരളം ആരോഗ്യ മേഖലയെ കൈവരിച്ച നേട്ടങ്ങളെ താറടിച്ച് കാണിക്കാമെന്നാണ് കോൺഗ്രസിന്റെ യുവജന സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് തിരുവനന്തപുരം അടക്കം മറ്റ് ജില്ലകളിൽ കാണുകയും ചെയ്തത്. വ്യാജ പ്രസിഡന്റെന്ന് ആരോപണമുള്ള യുവജന സംഘടനയുടെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണ് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. നിപ ബാധിച്ചവരെല്ലാം മരിച്ചുവെന്ന പ്രസ്താവനയെ തിരുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ ഇന്ന് രംഗത്തെത്തുകയും ചെയ്തു. ഇതടക്കമുള്ള വിഷയങ്ങളാണ് ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് നാസർ കോളായിയും കോൺഗ്രസ് വക്താവ് രാജേന്ദ്രൻ പന്തളവുമാണ്. അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് യൂത്ത് കോൺഗ്രസ് അഴിച്ചുവിട്ട അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ബ്യൂറോകളിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച്, അതിൽ പോലീസ് കാട്ടിയ സംയമനം, യൂത്ത് കോൺഗ്രസ്സുകാർ അഴിഞ്ഞാടിയതൊക്കെ കണ്ടതാണ്. എന്തായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യ മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നടന്ന കാര്യങ്ങൾ, യൂത്ത് കോൺഗ്രസ് നടത്തിയ അക്രമങ്ങൾ? ആരോഗ്യമന്ത്രിയുടെ വസതിയായ തൈക്കാട് ഹൗസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ പ്രകടനവുമായി അവർ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായും പ്രവർത്തകരെ തടയുകയുണ്ടായി. തടയുന്ന സമയത്ത് പോലീസിന് നേരെ വലിയ തോതിലുള്ള പ്രകോപനം അഴിച്ചുവിടുക എന്നുള്ളതായിരുന്നു പ്രവർത്തകർ ലക്ഷ്യമിട്ടത്. അതിൻ്റെ ഭാഗമായി പോലീസിന് നേരെ കമ്പും അവരുടെ കൈവശമുണ്ടായിരുന്ന സാധനങ്ങൾ ഒക്കെ പോലീസിന് നേരെ എറിയുന്നൊരു സാഹചര്യമുണ്ടായി. പോലീസാകട്ടെ വലിയ തോതിൽ സംയമനം പാലിച്ചു തന്നെയാണ് ഈ സമരത്തെ നേരിട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പലതവണയായി ഇവർ പ്രകോപിപ്പിക്കുമ്പോൾ പോലും ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് ജലപീരങ്കി പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് തിരികെ ചെയ്തത്. അതിനിടയിലാണ് ഇതിന് തൊട്ടടുത്തായി ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിന്റെ ഗേറ്റ് പൊളിച്ചുകൊണ്ട് അതിനകത്തേക്ക് കടക്കുന്നു. അതിന് മതിൽ ചാടിക്കടന്നുകൊണ്ട് കുറച്ച് വനിതാ പ്രവർത്തകർ മന്ത്രിയുടെ വസതിയിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നു. ഇതിൽ 5ഓളം വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. ആ രീതിയിൽ വലിയ തോതിൽ അവിടെ വെച്ചും വലിയ തോതിൽ കമ്പും അതോടൊപ്പം തന്നെ കുപ്പിയും കല്ലും ഒക്കെ പോലീസിന് നേരെ എറിയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും 18 റൗണ്ടാണ് പോലീസിന് പ്രവർത്തകരെ നേരിടുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. വലിയ തോതിൽ സംയമനം പാലിച്ച് തന്നെ പോലീസ് ഈ സമരത്തെ നേരിട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രതിഷേധം നടന്നത്. സംസ്ഥാന വ്യാപകമായി നടന്നതുപോലെ തന്നെ അതിന് സമാനമായ രീതിയിൽ അക്രമാസക്തമാക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ സമരം മാറിയത്. സിജു വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി അമൽനാഥ് കൂടി ചേരുകയാണ്. അമൽനാഥ്, തിരുവനന്തപുരത്തെ വിവരങ്ങളാണ് ഇപ്പോൾ ഷീജ വിവരിച്ചത്. വലിയ തരത്തിലുള്ള അക്രമം, ബോധപൂർവം അക്രമം അഴിച്ചുവിടുക, പോലീസിനെ പ്രകോപിപ്പിക്കുക, സംഘർഷത്തിലേക്ക് കൊണ്ടുപോവുക, കാര്യങ്ങൾ ഇതുതന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് തിരുവനന്തപുരത്ത്. കണ്ണൂരും കണ്ടതാണ്. കൊച്ചിയിൽ എന്തായിരുന്നു സാഹചര്യം? സിജു, സമാനമായ സാഹചര്യം തന്നെയായിരുന്നു കൊച്ചിയിലും ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് നടത്തിയ ആ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ മാർച്ചിന്റെ ഭാഗമായി മുൻകൂട്ടി തന്നെ ഇതൊരു സംഘർഷത്തിലേക്ക് എത്തിക്കണം എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള സമീപനം. ഇവർ കയ്യിൽ കരുതിയിരുന്ന ഒരു കല്ലുപയോഗിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോലീസ് ബസ്സിന് നേരെ ആക്രമണം സൃഷ്ടിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കൊടി ഈ പോലീസിന് നേരെ എറിയുന്നതും കാണാൻ വേണ്ടി സാധിച്ചു. ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടതിൻ്റെ ഭാഗമായി തന്നെ അതീവ സുരക്ഷ തന്നെയാണ് സംഭവ സ്ഥലത്ത് പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ബാരിക്കേഡുകൾ അടക്കം അവിടെ ഒരുക്കി വച്ചിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡ് തകർത്ത് അപ്പുറത്തേക്ക് കടക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു പോലീസ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു പരിപാടി, ഈ ഒരു മാർച്ചിൻ്റെ ഉദ്ഘാടന സമയത്ത് മാത്രമായിരുന്നു ഒരു ചെറിയ ശാന്തത അവിടെ ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അക്രമ സംഭവത്തിലേക്ക് കടക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. പോലീസ് ഒരുക്കിയ ബാരിക്കേഡ് അവിടെ നിന്നും മറിച്ചിടുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പോലീസിന് നേരെ ഈ കൊടിയുടെ
കൊടി കെട്ടാൻ ഉപയോഗിച്ച ആ വടിയെടുത്ത് പോലീസിന് നേരെ അതിക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ പോലീസ് ബസ്സിലേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റി. പിന്നീട് ഈ പ്രതിഷേധം ഈ ബസ്സിന് മുന്നിലായിരുന്നു. പിന്നീട് എല്ലാവരും അവിടെ പ്രതിഷേധിച്ചതിൽ ഭൂരിഭാഗം പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയതോടുകൂടിയാണ് ഈ ഒരു പ്രതിഷേധം അവിടെ അവസാനിച്ചത്. അക്രമാസക്തമായ ഒരു പ്രതിഷേധം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മനഃപൂർവ്വം ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. അവിടെ മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും തന്നെ കടക്കരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ അവിടെ നിന്നിരുന്ന പോലീസിനു നേരെ കല്ലും ഒപ്പം തന്നെ ഈ കൊടിയുടെ ഭാഗമായുള്ള വടി ഉപയോഗിച്ച് അക്രമം സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. സിച്ചു. ശരി, അമൽനാഥാണ് കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസിന്റെ അക്രമത്തിന്റെ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിപായുമായി ബന്ധപ്പെട്ട കള്ളപ്രചരണം, വ്യാജപ്രചരണം നടത്തിയത്. അതിന് കൃത്യമായ മറുപടി ഇന്ന് രമേശ് ചെന്നിത്തല നൽകുകയും ചെയ്തു. നിപ ബാധിച്ചവരെല്ലാം മരിച്ചു എന്നുള്ള വ്യാജപ്രചരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാക്കും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് അതിന് നൽകിയ മറുപടിയും വ്യക്തതയും കൂടി കേട്ട ശേഷം വീണ്ടും ചർച്ചയിലേക്ക് വരാം. ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പറഞ്ഞത് നിപ്പ ബാധിച്ച മുഴുവൻ ആളുകളും മരിച്ചു എന്നൊരു വ്യാജ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ. നിപ്പ ബാധിച്ച ആളുകളെല്ലാം മരിച്ചില്ലല്ലോ. മരിച്ചോ? നിപ്പയിൽ നിന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്താ പറഞ്ഞതെന്ന്. നിപ്പയെ നമ്മളെല്ലാവരും കൂടി ചേർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പം പല സ്ഥലത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചു വിട്ട പല രോഗങ്ങളും ഇപ്പം തിരികെ വരികയാണ്. കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചത് വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യരംഗത്തെയും കണ്ടുകൊണ്ടാണ്. പല രോഗങ്ങളും തിരിച്ചു വരികയാണ്. അതെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ്. സംസ്ഥാനത്ത് നിപ ബാധിച്ച എല്ലാവരും മരിച്ചെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കള്ളപ്രചരണം പൊളിച്ച് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ 70% മുകളിലുള്ള നിപയുടെ മരണനിരക്ക് 33% പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞു. നിപ ബാധിച്ച 31 പേരിൽ 9 പേർ മരണത്തെ അതിജീവിച്ചവരാണ്. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ കേരള വിരുദ്ധ പ്രചരണം. ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? ലോകത്തിന് മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇകഴ്ത്തിക്കാണിക്കാനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞ പച്ച നുണകളാണിത്. കണക്കുകളെക്കുറിച്ചും യാഥാർത്ഥ്യത്തെക്കുറിച്ചും ധാരണയില്ലാത്തവർക്ക് സത്യമെന്ന് തോന്നിപ്പോയേക്കാവുന്ന തരത്തിൽ ആധികാരികമായാണ് വ്യാജ പ്രചരണം. എന്നാൽ എന്താണ് സത്യാവസ്ഥ? കേരളത്തിൽ നിപ്പ ബാധിച്ച മുഴുവൻ പേരും മരിച്ചോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കണക്കുകളിൽ അത് വ്യക്തം. സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ സ്ഥിരീകരിക്കുന്നത് 2018 മെയ് മാസത്തിലാണ്. കോഴിക്കോടും മലപ്പുറത്തുമായി ആകെ 18 കേസുകൾ. ഇതിൽ 2 പേർ രോഗം പൂർണ്ണമായും ഭേദമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. 2019 എറണാകുളം സ്വദേശിയായ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ആ ആളിനെ സംസ്ഥാനം മരണത്തിന് വിട്ടുകൊടുത്തില്ല. ജീവനോടെ വീട്ടിലെത്തിക്കാൻ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് കഴിഞ്ഞു. ഈ വർഷത്തെ മാത്രം കണക്കുകൾ നോക്കിയാൽ 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരാൾ രോഗം ഭേദമായി ആശുപത്രി വിട്ടു, ഒരാൾ ചികിത്സയിലാണ്, ഒരാൾക്ക് ജീവൻ നഷ്ടമായി. രാജ്യാന്തര തലത്തിൽ 70% മുകളിലുള്ള നിപ്പയുടെ മരണനിരക്ക് ലോകത്തിലാദ്യമായി കേവലം 33% പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളുമായും രാജ്യങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ നിപ്പ പ്രതിരോധം ഏറെ മുന്നിലെന്ന് ആരോഗ്യ വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു. നിപ്പയുടെ മരണനിരക്ക് കൂടുന്നത് നമ്മുടെ ചികിത്സാ പിഴവുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനത്തിലുള്ള കുറവുകൾ കൊണ്ടാണോ എന്ന് നമുക്കൊരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല. ലോകത്ത് എല്ലാ സ്ഥലത്തും ഈ നിപ്പ അണുബാധ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ മരണനിരക്ക് ഏകദേശം 65 മുതൽ 70% വരെയാണ്. ആ ലോകാരോഗ്യ സംഘടനയുടെ തന്നെ ഇപ്പോഴും നമ്മൾ അവരുടെ എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞ ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കതിനകത്ത് കാണാൻ പറ്റും ഒരു എപ്പിഡമിക് എത്ര നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ടാണ് ഇപ്പോഴും ഈ 2018 നിപ്പ ഔട്ട്ബ്രേക്കിനെ കേരളം നേരിട്ടത് കാണുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത 31 കേസുകളിൽ 9 പേർ ജീവനോടെയുണ്ട് എന്നതാണ് വസ്തുത. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് പച്ചനുണകൾ ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ഗീബൽസിയൻ തന്ത്രങ്ങൾ. സംസ്ഥാനത്ത് 31 പേർക്ക് നിപ്പ ബാധിച്ചെങ്കിലും ഇതിൽ 9 പേർ മരണത്തോട് പോരടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരാണ്. അവരെ കൂടി കൊന്നുകളയുന്നതാണ്
രാഹുൽ മാങ്കൂട്ടത്തിൽമാരുടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ശ്രീ നാസർ കോളായും രാജേന്ദ്രൻ പന്തളവും അതിഥികളായി എത്തിയിട്ടുണ്ട്. ഏതായാലും ശ്രീ നാസർ കോളായി, രാജേന്ദ്രൻ പന്തളം, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്ന നമ്മുടെ പ്രതിനിധി കമലേഷിൻ്റെ ചില വിശദീകരണങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. കമലേഷ്, ഒരുപക്ഷെ കമലേഷ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കൂടുതൽ കേരള സമൂഹത്തിന് വിശദീകരിച്ച് കൊടുക്കേണ്ടതുമില്ല. ഈ കണക്കുകൾ ആധികാരികമാണ്. WHO അടക്കം മുന്നിലുള്ള കണക്കാണ് ഇന്ന് ഈ റിപ്പോർട്ടിലൂടെ കമലേഷ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൽ വ്യക്തമായി പറയുന്നത്? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ 17 പേർക്ക് അസുഖം ബാധിച്ചു, 31 പേർക്ക് അസുഖം ബാധിച്ചു, അവരെല്ലാം മരിച്ചോ? രാജ്യത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ്? അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സ്ഥിതി എന്താണ്? എന്താണ് കണക്കുകൾ പറയുന്ന കാര്യങ്ങൾ? സിജു, തീർച്ചയായും ഈ കണക്കുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമുക്ക് പൊതുജനത്തിനെല്ലാവർക്കും ലഭിക്കുന്ന തരത്തിൽ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കണക്കുകളാണ്. അത് ആർക്കും നോക്കാവുന്ന കണക്കുകളാണ്. പക്ഷേ ആ കണക്കുകളൊന്നും കണക്കുകളെ അല്ല, താൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ നിലയിലാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ കാണുന്നത്. ഈ കണക്കുകൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് കരുതാനാവില്ല. കണക്കുകൾ അറിഞ്ഞിട്ടും 4 പേർ അത് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോട്ടെ എന്ന് കരുതിയിട്ടാവണം ഇത്തരത്തിലുള്ള പച്ച നുണകൾ പറയുന്നത്. സംസ്ഥാനത്ത് ഈ നിപ്പ ബാധിച്ച ആളുകളെല്ലാം മരിച്ചുപോയി, അങ്ങനെ ആളുകളെല്ലാം രോഗം വന്ന് മരിക്കുന്ന സാഹചര്യത്തെയാണോ നമ്പർ 1 കേരളം എന്നൊക്കെ പറയുന്നത് എന്ന തരത്തിലാണ് ഇതിൻ്റെ പ്രതികരണം വരുന്നത്. ഈ കണക്കുകൾ വളരെ കൃത്യമായി പറയുന്നത് ഇതിൻ്റെ ആദ്യ വർഷം തന്നെ 2018 ആദ്യമായി സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത്. അത് മലപ്പുറത്തും കോഴിക്കോടുമായി ആകെ 18 കേസുകളാണ്. ഇതിൽ 2 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് മടക്കി അയക്കാൻ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. അത് അഭിമാനകരമായ കാര്യമാണ്. ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ ഈ നിപ്പയുടെ മരണനിരക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 70% മുകളിലാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ കാലം അത്രയും നമ്മൾ ഈ നിപ്പയോട് പൊരുതി ആ മരണനിരക്ക് എന്ന് പറയുന്നത് 33% പിടിച്ചു നിർത്താൻ കേരളത്തിന്, ഈ കൊച്ചു കേരളത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഈ കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഏറ്റവും ഒടുവിൽ ഈ വർഷം മാത്രം 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരാൾ ഇപ്പോൾ ചികിത്സയിലാണ്, ഒരാൾക്ക് രോഗം ഭേദമായി വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞു, ഒരാൾ മാത്രമാണ് മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആ നിലയിൽ കേരളം ഇതിനോട് പൊരുതുകയും 33.33% എന്ന നിലയിലേക്ക് ഇതിൻ്റെ മരണനിരക്കിനെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ ആകെ ഈ 2018 തൊട്ട് ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആകെ 31 കേസുകളാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 9 പേരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ്. ഈ കണക്കുകളാണ് നമുക്ക് ആകെ ലഭ്യമായിട്ടുള്ള കണക്കുകൾ. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിക്കാൻ. ശരി കമലേഷിന്റെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായ കണക്കുകളുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ യൂത്ത് കോൺഗ്രസ് ഇന്ന് കേരളമാകെ അഴിഞ്ഞാടിയത് ചാനലുകളിലൂടെ, മാധ്യമങ്ങളിലൂടെ കേരളം കണ്ടതാണ്. പോലീസ് പാലിച്ച സംയമനവും കണ്ടതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു ദാരുണ സംഭവത്തിൻ്റെ പേരിൽ കേരളത്തിലെ ആരോഗ്യ മേഖല ആകെ താറുമാറായി കിടക്കുകയാണ്. കേരളം ഇതുവരെ കൊണ്ടുവന്ന നേട്ടങ്ങളെല്ലാം ഇകഴ്ത്തിക്കാട്ടുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പോയിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണോ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന പ്രസ്ഥാനം, അതിൻ്റെ നേതാക്കൾ പെരുമാറേണ്ടത്? ശരിയാണ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കേരളം ധാരാളം നേട്ടങ്ങൾ ആരോഗ്യ മേഖലയിൽ കൈവരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ നിലവാരത്തിലുള്ള നേട്ടങ്ങളിലേക്ക് നമ്മൾ പാഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ അഖിലേന്ത്യാ ശരാശരി വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ മുന്നിലാണ്. ഉദാഹരണത്തിന് ബീഹാർ 80ാം സ്ഥാനത്തായിരുന്നെങ്കിൽ കേരളം 1ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ ഈ 1ാം സ്ഥാനത്ത് നിന്ന് വീണ്ടും കേരളം 2-3 സ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് പ്രതിഷേധം ഉയരുന്നത്. നമ്മൾ ബീഹാറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമല്ല. കാരണം ബീഹാർ 80ാം സ്ഥാനത്ത് നിന്ന് 40ാം സ്ഥാനത്തേക്ക് നീങ്ങി, അതിന്റെ റാങ്കിങ് കൂട്ടി. നമ്മളത് കുറയ്ക്കുകയാണോ എന്നൊരു സംശയം നിലനിൽക്കുമ്പോഴാണ് അങ്ങ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയും പിന്നെ കോഴിക്കോട് വരെയും ധാരാളം പ്രശ്നങ്ങളുടെ ഒരു വലിയൊരു ആറ്റോമിക് ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പാരമ്യമാണ് കോട്ടയം. ഞാനിപ്പോ ഇരിക്കുന്ന ഈ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ നടന്നത്. കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ നടന്നത് വളരെ വളരെ പ്രതിഷേധാർഹമായ ഒരു സംഭവമായതുകൊണ്ടാണ് പ്രതിഷേധ ജ്വാലയിൽ കേരളം ഇപ്പോൾ ആളിപ്പിടിച്ച് ഇരിക്കുന്നത്. പ്രതിഷേധം അവർ നടത്തിയില്ലെങ്കിൽ, കോൺഗ്രസ് നടത്തിയില്ലെങ്കിൽ, BJP നടത്തിയില്ലെങ്കിൽ ജനങ്ങൾ അവരോട് പ്രതിഷേധിക്കും. തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ കൂടിയുണ്ട്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ വരികയാണ്. അതിന് അടുത്ത വർഷം 9 മാസത്തിനകം. താങ്കൾ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അതിന്റെ കാര്യങ്ങൾ. സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ, അതെ, താങ്കൾ പറഞ്ഞതിലുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞത് ശരിയാണ്.
താങ്കൾ പറഞ്ഞത് ശരിയാണ്. കേരളം വലിയ നേട്ടങ്ങൾ കൈക്കൊണ്ടു ആരോഗ്യ മേഖലയിൽ. അതോടൊപ്പം തന്നെ ഒന്നാം സ്ഥാനത്തെത്തി കേരളം. പക്ഷേ 2-3 സ്ഥാനങ്ങളിലേക്ക് പോകരുത്. പിന്നീട് താങ്കൾ പറഞ്ഞു വന്നതാണ് ഈ കോട്ടയത്തെ സംഭവവുമായി ബന്ധപ്പെട്ട്. കോട്ടയത്ത് നടക്കാൻ പാടില്ലാത്തത് തന്നെയാണെന്ന് ആദ്യം തന്നെ നമ്മൾ പറയുകയും ചെയ്തു. പക്ഷെ അതെന്തായിരുന്നു അതിൻ്റെ ശരിയായ വസ്തുത നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്കാണ് നമുക്ക് മടങ്ങി വരേണ്ടുള്ളത്. അടുത്ത നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ വീണ് കിട്ടിയ ഒരു ആയുധം എന്ന് പറയുന്നത് പോലെ, മറ്റേ അയ്യപ്പനും കോശിയും സിനിമയും പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സീസൺ ആരോഗ്യവകുപ്പിനെ ആക്രമിക്കുക എന്നുള്ള ആ സീസണിലാണ് യൂത്ത് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങളൊക്കെ. ലക്ഷ്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ ആരോഗ്യമേഖല, അതുവഴി കേരളത്തിലെ LDF സർക്കാർ, അതുവഴി കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം പുരോഗമന കേരളം നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും തച്ച് ഉടയ്ക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ശ്രീ രാജേന്ദ്രൻ പന്തളം, എന്തായാലും ശ്രീ നാസർ കോളായി കൂടി ചേരുന്നുണ്ട്. ശ്രീ നാസർ കോളായി, ഒരുപക്ഷെ രാജേന്ദ്രൻ പന്തളം പറഞ്ഞത് ആദ്യം അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. കേരളം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ആണ് ഇതിനൊരു രാഷ്ട്രീയ നേട്ടങ്ങൾ കൂടിയുണ്ട്. അതല്ലേ യാഥാർത്ഥ്യം? ഇന്ന് കേരളത്തിലെ തെരുവോരങ്ങളിൽ കണ്ടത് അതല്ലേ? ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് നേരെ, ആശുപത്രികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസും മാധ്യമങ്ങളും നടത്തുന്ന ഈ ആക്രമണം ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടിട്ടുള്ളത് തന്നെയല്ലേ ശ്രീ നാസർ കോളായി? തീർച്ചയായും. ഞാൻ കോൺഗ്രസ് പ്രതിനിധി രാജേന്ദ്രൻ പന്തളത്തിന്റെ പ്രതികരണം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയത് എവിടെയാണ് ചർച്ചയിൽ? തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. കോട്ടയത്തിന്റെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോവിഡും നിപ്പയും കഴിഞ്ഞപ്പോ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനിയും പ്രളയം വരും, ഇനിയും വരൾച്ച വരും, ഇനിയും ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരും, കാണാമല്ലോ എന്ന് പറഞ്ഞു നിർത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയായ രാജേന്ദ്രൻ പന്തളം പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇപ്പോ സമരം നടത്താനാൽ പ്രശ്നമാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വരാൻ പോവാണ്. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി രാജേന്ദ്രൻ പന്തളം പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹം സത്യവുമായി കുറച്ചുകൂടി ചേർന്ന് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആരോഗ്യരംഗത്ത് WHO റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഇവിടെ അവതാരകൻ പറഞ്ഞല്ലോ കേരളം 1-ാം സ്ഥാനത്താണ്. അപ്പൊ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള എന്താണ്? ബീഹാർ 80-ാം സ്ഥാനത്തായിരുന്നു, ബീഹാർ ഇപ്പൊ 40-ാം സ്ഥാനത്തെത്തി. കേരളം 1-ാം സ്ഥാനത്തിൽ നിന്ന് 2-ലേക്കോ 3-ലേക്കോ വഴുതിപ്പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്നു. ആ ഭയവും ആശങ്കയും കോൺഗ്രസിന്റെ സുഹൃത്തിനുണ്ടായതിന് അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്യാണ്. കാരണം 1 ഇഞ്ചെങ്കിലും താഴോട്ട് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പക്ഷെ എവിടെയാണ് കേരളം എത്തി നിൽക്കുന്നത്? ഇത് കേരളം പുറത്തുവിടുന്ന കണക്കല്ല, WHO പുറത്തുവിടുന്ന കണക്കാണ്. നമുക്കറിയാം കോവിഡ് കാലത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച ഒരു കൊച്ചു സംസ്ഥാനമാണ് ഈ കേരളം. അമേരിക്കയിൽ പുറത്തിറങ്ങുന്ന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ 1-ാം പേജിൽ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശൈലജ ടീച്ചറുടെ ചിത്രം അച്ചടിച്ചു വന്നത് ആരും മറന്നുപോയിട്ടുണ്ടാവില്ല. ലോകം മുഴുവൻ കോവിഡിന്റെ ഭീഷണിയിലായ സമയത്ത് ലോകത്തിന് മാതൃകയായി നിന്നിട്ടുള്ള സംസ്ഥാനം. സാന്ദർഭികമായി ഇപ്പൊ ഇവിടെ വലിയ ചർച്ച നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണല്ലോ. വ്യാജൻ എന്ന വിളിപ്പേരുള്ള രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് തികഞ്ഞ രാഷ്ട്രീയ തമ്മാടിത്തല്ലേ. എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? കേരളത്തിൽ നിപ്പ ബാധിച്ച എല്ലാ ആളുകളും മരിച്ചുപോയി. ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമുണ്ട്. അജന്യ എന്ന പെൺകുട്ടിയുടെ പേരറിയോ രാഹുൽ മാങ്കൂട്ടത്തിന്? ഞാൻ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത പിശാരിക്കാവിൽ അജന്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവളെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായി. ആ കുട്ടിയുടെ കൂടെ ശൈലജ ടീച്ചർ നിൽക്കുന്ന ചിത്രം ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു അജന്യ? 1-ാമത്തെ കോവിഡ് കാലത്ത് കേരളമാകെ വർഷിക്കുകയാണ്, ഇന്ത്യ വർഷിക്കുകയാണ്. കാരണം നിപ്പ എന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് കേട്ട് പരിചയമില്ല. നിപ്പയെ കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടായപ്പോ 90%, 70% മുതൽ 90% വരെ മരണം നടന്നതായി കണ്ടെടുത്തുന്നതാണ് കേരളം തിരിച്ചു വന്നത്. അജന്യ എന്ന പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BSc നേഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് അസുഖം ബാധിച്ചത്. അസുഖം മാറി തുടങ്ങിയിട്ടും കൂടെ നേഴ്സിംഗിന് പഠിക്കുന്ന കുട്ടികൾ പോലും അടുത്ത് വന്നില്ല, നാട്ടുകാർ വന്നില്ല. എന്റെ അച്ഛനും അമ്മയും എന്നെ പരിശോധിക്കുന്ന ഡോക്ടർമാരും മാത്രം നിൽക്കുമ്പോൾ ഒരു ദിവസം ഡോക്ടർ എന്നോട് പറയാണ്, നാളെ നിങ്ങളെ കാണാൻ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ വരുന്നു. അവൾ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവം ഞാനീ പറയുന്നത്. അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവളോട് അന്വേഷിച്ചാൽ അറിയാം. അതിനെ പറഞ്ഞ എന്താണെന്നറിയോ? അപ്പോ ശൈലജ ടീച്ചർ ഒരു മാസ്ക് പോലും അണിയാതെ, ഒരു കയ്യുറ പോലും ധരിക്കാതെ എന്റെ അടുത്ത് വന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്റെ മൂർത്താവിലൊന്ന് ചുംബിച്ചപ്പോ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങുകയായിരുന്നുവെന്ന് മരണം മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തിയത്. ഒരു പക്ഷേ അവൾ തന്നെ പറയാണ്, ഞാൻ മുറിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ മനസ്സിൽ ടീച്ചറെ എന്ന് വിളിച്ചു. പോരാ എന്ന് തോന്നിയപ്പോ ഞാൻ വിളിച്ച പേരാണ് ടീച്ചർ അമ്മേ.
ആ പേരാണ് പിന്നീട് കേരളം ഏറ്റെടുത്തത്. ഇങ്ങനെ വളരെ കൃത്യമായി ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ കണക്ക്, പിന്നെ ലോകത്ത് 70%, 90% മരണനിരക്കുള്ള നിപ്പ നമ്മളിപ്പോ 33.33% വന്നിരിക്കുകയാണ്. 31 പേർക്ക് രോഗമുണ്ടായപ്പോ 9 പേര് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. 31 പേർക്ക് രോഗമുണ്ടായപ്പോൾ 9 പേര് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമല്ല കണക്ക്. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ അനുഭവം. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് 3 പേർക്ക് നിപ്പ വന്നു, ഒരാൾ മരണപ്പെട്ടു, ഒരാൾ അസുഖം മാറി തിരിച്ച് വീട്ടിലേക്ക് പോയി, ഒരാൾ ചികിത്സയിൽ നിൽക്കുകയാണ്. വളരെ കൃത്യമായി കണക്കുകളുണ്ട്. അപ്പം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പച്ചക്കള്ളം പറഞ്ഞു. എന്താ പിന്നെ അത് കൂടാതെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ കോവിഡ് ഏറ്റവും കൂടുതൽ മരണം നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. മറ്റൊന്നുകൂടി പറഞ്ഞു, മരണം റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും പിറകിൽ കേരളമാണ്. ഇയാൾ പത്രം വായിക്കാറില്ലേ? ഇയാൾ ചാനൽ ചർച്ചകൾ കേൾക്കാറില്ലേ? ഇയാൾ WHO റിപ്പോർട്ടുകൾ കേൾക്കാറില്ലേ? ഈ കോവിഡിന്റെ കണക്ക് കൃത്യമായി അവതരിപ്പിച്ചതിൽ നമ്പർ 1 കേരളം. ഇത് കേരളമല്ല പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, പിന്നെ ഇന്ത്യൻ ആരോഗ്യ മേഖലയിലുള്ള ആളുകൾ പറയാണ് ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഒരു കളവ് പറയുക, ഗീബൽസിയൻ തന്ത്രമാണ്. ഈ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ യൂത്ത് കോൺഗ്രസുകാരും BJPക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും നാട്ടിലാകെ പ്രചരിപ്പിക്കും. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ ഈ മറുകുറി ഒന്നും കേൾക്കുന്നില്ല, മറുപടി കേൾക്കുന്നില്ല, കണക്ക് കേൾക്കുന്നില്ല. അപ്പൊ കേരളത്തിന്റെ ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായി എന്നുള്ള രൂപത്തിലുള്ള പ്രസ്താവന ഇറക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്കറിയാം, ഇവിടെ വലിയ വർത്താനം പറഞ്ഞു വന്നല്ലോ ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അയാൾ എത്ര വർഷമായി കോട്ടയത്തിന്റെ MLA ആയി. തൊട്ടപ്പുറത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ മകൻ ചാണ്ടിയുമ്മൻ വന്നു. 30 വർഷത്തോളമായി ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാച്ച്മെന്റ് ഏരിയയിലെ ഈ 2 MLA-മാരുള്ളത്. അവർ തിരിഞ്ഞു നോക്കിയോ? അവരുടെ ഭരണകാലത്ത് തകർന്ന് തരിപ്പണമായ മെഡിക്കൽ കോളേജിന് പകരം സ്വപ്നം കാണാൻ കഴിയാത്ത 270 കോടി രൂപ കിഫ്ബിയിലൂടെ പുതിയ മെഡിക്കൽ കോളേജ് അവിടെ വരാൻ പോവാണ്. ആ മെഡിക്കൽ കോളേജ് 2025 മെയ് 30-ന് ആ മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഉണ്ടെന്ന് വായിക്കണം. വലിയ പ്രതീക്ഷയോടുകൂടി കോട്ടയത്തെ ജനങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ അവസാന മിനുക്ക് പണി ഞാൻ അവിടെയാണ് സന്ദർശിക്കുന്നത്. ശരി, ഏതായാലും താങ്കൾ പറഞ്ഞതിനൊക്കെ കൃത്യമായി തന്നെ രാജേന്ദ്രൻ പന്തളം കേട്ടിട്ടുണ്ട്, അതിന് മറുപടിയും ഉണ്ടാകും. ഏതായാലും ശ്രീ രാജേന്ദ്രൻ പന്തളം, ഒരുപക്ഷെ നാസർ കോളായി പറഞ്ഞ ചില കണക്കുകൾ കൂടി താങ്കളും കേട്ടിട്ടുണ്ടാകും. നിപ്പയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ആണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ രീതിയിൽ അവതരിപ്പിച്ചത്. 31 പേരും മരിച്ചു നിപ്പ ബാധിച്ച. പക്ഷേ ലോക കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 70% മുകളിൽ മരണനിരക്ക്. കേരളത്തിൽ അത് 33%-ആയി പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു? അതിൽ താങ്കളും ഞാനും ഉൾപ്പെടെയുള്ള കേരള സമൂഹം ഒന്നാകെ എടുത്ത ഒരു എഫർട്ടുണ്ട്. ആ എഫർട്ടിനെ ആകെ അടിച്ച് താറടിക്കുന്ന തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. എന്തുകൊണ്ടാണ് ഈ അതിക്രമം എന്നുള്ള കാര്യത്തിൽ താങ്കളുടെ വാക്കുകൾ തന്നെ താങ്കൾ പറഞ്ഞു, അതുകൊണ്ട് നാസർ കോളായിക്ക് അധികം പറയേണ്ടി വന്നില്ല എന്താണ് ഈ കോലാഹലങ്ങൾ, അക്രമം എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു കണക്ക് പറയുമ്പോൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ഏത് തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിലും വ്യാജ രീതിയിൽ പ്രസിഡന്റ് ആളാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ MLA കൂടിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. അങ്ങനെ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ, കേരളീയരെ ആകെ അപമാനിക്കുന്ന തരത്തിൽ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് നാസർ കോളായി പറഞ്ഞു വെച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വസ്തുതാപരമായിട്ട് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും, തെറ്റാണെന്ന് തന്നെ പറയാൻ കഴിയും, തീർച്ചയായിട്ടും പറയാൻ കഴിയുന്ന കാര്യമാണ്. വസ്തുതാപരമായി അത് ശരിയല്ല. പക്ഷെ ഞാനൊരു കാര്യം കൂടി തുറന്നു പറയട്ടെ. ഞാനൊരു നിരീക്ഷകനാണ്, പക്ഷമില്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കൊരു പക്ഷമുണ്ട്, അത് ജനപക്ഷമാണ്. ആ ജനപക്ഷം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ നിപ്പയ ഇപ്പൊ ഒരാളെ മരിച്ചുള്ളൂ, 2 പേരെ മരിച്ചുള്ളൂ എന്ന് പറയുമ്പോഴും 2 പേര് മരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ ഒരാളും ഈ കേരളത്തിൽ 3 കോടി ജനങ്ങളിൽ ഒരാളും മരിക്കാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ നമ്പർ 1 ആവുന്നത്. ഇവിടെ ഞാൻ പറയട്ടെ, അതിന് എങ്ങനെയാണ് ഈ നിപ്പ വരാതിരിക്കേണ്ടത്? നമ്മൾ ആദ്യം അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാരണം കണ്ടെങ്കിലല്ലേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അതുണ്ടായിട്ടില്ല. ഇപ്പൊ നോക്കൂ, പാലക്കാട്, മലപ്പുറം ജില്ലകളെല്ലാം ഭീതിയിലാണ്. അവർക്ക് വളരെ വലിയ ഭീതി. ജനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭീതികളാവുന്ന ഒരു നല്ല ലക്ഷണമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് പറഞ്ഞോ കള്ളം പറഞ്ഞോ അല്ല പ്രശ്നം. ജനങ്ങൾ ഭീതിയിലാവുന്നു ഇടയ്ക്കിടയ്ക്ക്. അവർക്കിപ്പോ പഴം കഴിക്കാൻ ഭയമാണ്, ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയമാണ്, ചക്ക കഴിക്കാൻ ഭയമാണ്. അങ്ങനെ ഒരു ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജീവിക്കുന്നത് പോലെയാണ്. ജനങ്ങളെ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, അത് തന്നെയല്ല, നിപ്പയല്ല നമ്മുടെ പ്രധാന പ്രശ്നം. നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജില് നമ്മൾ അബാൻഡൻ ചെയ്ത ഒരു ശൗചാലയം തകർന്ന് ഒരു സ്ത്രീ മരിക്കാനിടയായി. അത് സ്ത്രീ എന്ന് പറയുന്ന രോഗിയല്ല, കൂട്ടിരിപ്പുകാരിയാണ്.
അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ നടന്നിട്ടില്ല. മന്ത്രിയുടെ കുറ്റമല്ല ഞാൻ പറയുന്നത്, ആ കോർഡിനേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. നോക്കൂ, ഒരു കെട്ടിടം നിങ്ങൾ അബാൻഡൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല വഴിയിൽ കൂടി അതിലേക്ക് ജനങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ പറ്റും. 2 കമ്പുകൾ കുറുകെ വെച്ചൊരു 2 പട്ടിക മുറികൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ അങ്ങോട്ട് കടക്കാതിരിക്കും. പോട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പ്രവേശനമില്ലെന്ന്. കേരളത്തിൽ സാക്ഷരത 100%ആണല്ലോ. നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരു ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്തിട്ട് അവിടെ വെക്കുന്നതിൽ എന്താ തടസ്സം? അവിടെ ആ കെട്ടിടത്തിൽ, ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൽ, പൊളിഞ്ഞു വീഴാറായ നിലയിലുള്ള കെട്ടിടത്തിൽ ആളുകൾ സ്വൈരമായി പ്രവേശിക്കുകയായിരുന്നു. അവിടെ ശൗചാലയമുണ്ട്. ആ ശൗചാലയത്തിൽ ഇരുന്ന സമയത്താണ് ഈ സ്ത്രീ വളരെ അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ. അപ്പൊ അവിടെ സെക്യൂരിറ്റി ഇല്ലേ? എന്തു സെക്യൂരിറ്റിയാണ് അപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുള്ള ചോദ്യമാണ് ജനങ്ങളുടെ നേർക്ക് തുറച്ചു. അല്ല, താങ്കൾ പറഞ്ഞിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നാസർ കോളേജിലേക്ക് നമ്മൾ മടങ്ങി വരാം. താങ്കൾ പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. ആ കൈവരിച്ച നേട്ടങ്ങൾ സ്വാഭാവികമായും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ മരിച്ചത് വളരെ ദാരുണമായ സംഭവമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിന്റെ പേരിൽ അത് പറയുകയും ചെയ്തു. ആ കുടുംബത്തോടൊപ്പമാണ് കേരളം. അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തീരുമാനം വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ താങ്കൾ തന്നെ പറയുന്നു, എങ്ങനെ താങ്കൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ നാവായിരുന്ന് സംസാരിക്കുകയാണ് താങ്കൾ എന്നും കൂടി എനിക്ക് പറയേണ്ടി വരുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ ഇതാണെന്നും കേരളത്തിലെ ആരോഗ്യരംഗം താറുമാറായി എന്നും ഈ ഒരു ചെറിയ സംഭവത്തിന് ഒരു ചെറിയ കാരണത്തെ എടുത്ത് കാട്ടിക്കൊണ്ട് എങ്ങനെ പറയാൻ കഴിയും? അതാണ് പറഞ്ഞത്. ഉദ്ദേശം താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയെ അങ്ങ് മെച്ചപ്പെടുത്തി കളയാമെന്നല്ല യൂത്ത് കോൺഗ്രസ്സുകാർ കരുതുന്നത്. ഇതിലൂടെ എന്തെങ്കിലും 4 തൂട്ടൊപ്പിക്കാൻ പറ്റുമോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേടാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. ഇനിയും ഒരു കാര്യം പറയാം. താങ്കൾ ഈ പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാര്യം, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു കണക്ക് കൂടി താങ്കളുടെ മുന്നിൽ അവതരിപ്പിക്കാം നമുക്ക്. അതിൽ ഇപ്പോൾ 194 കോടി രൂപ കിഫ്ബി ഫണ്ട് ചെലവഴിച്ച് 8 നിലകളുള്ള കെട്ടിടമാണ് വരാൻ പോകുന്നത്. 14 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 22 കിടക്കകളുള്ള 2 ICUകൾ, 520 കിടക്കകളുള്ള 8 വാർഡുകൾ, പഞ്ചനക്ഷത്ര ആശുപത്രികളെ വെല്ലുന്ന അത്യാഹിത വിഭാഗങ്ങൾ. ഇത് തീരുന്നില്ല. ഇങ്ങനെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ ജനറൽ ആശുപത്രികളിലും ഇങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ഇതിനകം തന്നെ ദേശീയ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ ആരോഗ്യ മേഖലയിൽ എത്രയധികം അവാർഡുകൾ വാരിക്കൂട്ടി. ഇതെല്ലാം വെറുതെയാണോ? ഇതിനെല്ലാം തച്ചുടയ്ക്കുന്ന തരത്തിലേക്ക് ഒരു ചെറിയ സംഭവത്തിന്റെ പേരിൽ ഇങ്ങനെ ഹാലിളക്കുന്നത് ശരിയാണോ? അതാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ അടക്കം ഈ പറയുന്ന വ്യാജപ്രചരണത്തിന്റെ നാവായി മാറുന്നു. അല്ല, വ്യാജപ്രചരണം അല്ലല്ലോ. ഈ മരണം നടന്നിട്ടുള്ളതല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിലെ. അതുപോലെ ഒരു 41,000 രൂപയുടെ ഉപകരണമില്ലാതെ കൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെയായിട്ട് ഹാരിസ് ചിറക്കൽ പറഞ്ഞതുപോലെ അവിടെ ഒരു ഓപ്പറേഷൻ, സ്വന്തം മകന്റെ പ്രായമുള്ള കുട്ടിയുടെ കണ്ണീര് കരച്ചിൽ കണ്ടിട്ടല്ലേ അദ്ദേഹം അതൊരു സൂയിസൈഡ് നടത്തിയത്, പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ഹരാക്കിരി നടത്തിയത്. അത് നിങ്ങളുടെ പാർട്ടിയോടുള്ള ശത്രുത കൊണ്ടാണോ? നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുത്ത ആളാണ്. നിങ്ങൾ അവരെല്ലാം ശത്രുക്കളായിട്ടല്ലേ ഇപ്പൊ മുദ്ര കുത്തുന്നത്. നിങ്ങളുടെ പാർട്ടി നേതാക്കളും മന്ത്രിമാരും എല്ലാം അവർക്കെതിരെ. അപ്പം പാർട്ടി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾ അടുത്ത തവണ കൂടുതൽ വോട്ടോടെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹാരിസ് ചിറമൽ പോലുള്ള നിരവധി പേരുണ്ട്. രാഹുൽ മാൻകൂട്ടത്തിന്റെ ശബ്ദം മാത്രം നിങ്ങൾ കേട്ടാൽ പോരാ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ വീണ ജോർജ് ഉരുട്ടിയിട്ടതാണെന്നാണ് VN വാസവൻ, കോട്ടയത്ത് നാഴികയ്ക്ക് 40 വട്ടമുള്ള VN വാസവൻ പറയുന്നത്. ഉരുട്ടിയിട്ട് എന്ത് പ്രതിഷേധാർഹമായിട്ടുള്ള തീയിലേക്ക് എണ്ണ കോരിയൊഴിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഇനി നാളെ നിങ്ങളുടെ ഒരു വേർഷൻ വരുമായിരിക്കും. അതായത് രാവണൻ കൈലാസം ഉരുട്ടിയിടാനിട്ട് കുലുക്കിയതുപോലെ മെഡിക്കൽ കോളേജ് കുലുക്കി യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ BJPക്കാരോ ഇത് ഉരുട്ടിയിട്ടതാണെന്ന്. അങ്ങനെയുള്ള നറേഷൻ കൊണ്ട് ജനങ്ങള്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവരാണ് നാളെ അപ്പൊ അവരെ വിശ്വാസത്തിലെടുക്കുകയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഉരുട്ടിയിട്ടതാണെന്നുള്ള പ്രശ്നമല്ല. പത്തനംതിട്ടയിൽ സമാനമായ ജനറൽ ആശുപത്രിയിൽ ഒരു സമരം നടക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ അവിടെ HMC പോലും കൂടാൻ കഴിയാത്ത തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സമരം അവിടെ പോയി. അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ സമ്മതിക്കുന്നില്ല, പുതിയ കെട്ടിടം. അതാണ് അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ നാസർ കോളായി അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. രാജേന്ദ്രൻ പന്തളം ഉന്നയിച്ചത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. കോട്ടയത്ത് ഈ അപകടമുണ്ടായപ്പോൾ ഒരാൾ മരിച്ചു എന്നുള്ളത് ശരിയാണ്. അതോടൊപ്പം തന്നെ ഹാരിസ് ചിറക്കലിന്റെ കാര്യം എടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇതൊക്കെയാണ് കേരളത്തിന്റെ പ്രശ്നം. ഒരു ചെറിയ പ്രശ്നത്തെ എടുത്ത് കാണിക്കുകയും ഹാരിസ് ചിറക്കൽ പറഞ്ഞതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയാകെ തകർന്നിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജേന്ദ്രൻ പന്തളം അടക്കമുള്ള, ആദ്യം അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്നു. അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങൾ, കേരളത്തിന്റെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതാണ്. 1-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്കും 3-ാം സ്ഥാനത്തേക്കും പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിനും ഈ കേരള വിരുദ്ധ പ്രചാരണം ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇത് തന്നെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ സമർത്ഥമായി കഴിയുന്നുണ്ട് ഈ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും.
അദ്ദേഹം പറഞ്ഞത് സാങ്കേതികമായ തകരാറ് കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോഴും അദ്ദേഹം ഈ സമരാവശ്യത്തിന് വേണ്ടിയാണ് സമരം നടത്തുന്നത് എന്ന വാദത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. കാരണം മരണപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് വളരെ കൃത്യമായി പറയുന്നു, രക്ഷാപ്രവർത്തനത്തിന്റെ ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലമായിരുന്നില്ല അവിടെ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. മാത്രമല്ല മന്ത്രി പറഞ്ഞത് ഞാൻ കൃത്യമായി വിശ്വാസത്തിൽ എടുക്കുകയാണ്, എനിക്കതിൽ പ്രശ്നമില്ല എന്ന് അവർ വളരെ കൃത്യമായി പറഞ്ഞു. മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് എന്റെ മാന്യത പോലും അല്ലെങ്കിൽ അവർ പറയുന്ന സത്യത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനപ്പുറമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന വാദഗതി കൊണ്ടുവരാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയാണ്. എന്നിട്ട് മറ്റു ചില വാദഗതികളുമായി ഇവർ വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആരോഗ്യ രംഗത്തിന് ഉമ്മൻചാണ്ടിയുടെ 5 കൊല്ലത്തെ ഭരണകാലത്ത് എത്രയാണോ നൽകിയത്? ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 1500 കോടി രൂപയോളമാണ് 5 കൊല്ലത്തെ ഭരണകാലത്തിനിടയിൽ നൽകിയത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഈ 5 വർഷത്തെ ഭരണകാലത്തിനിടയിൽ 1400 കോടി, 1300 കോടി, 1480 കോടി, 1405 കോടി ഈ രൂപത്തിൽ അവർ 5 വർഷം കൊടുത്ത പണം ഒറ്റ വർഷം കൊണ്ട് കൊടുത്ത് അതിന്റെ 5 ഇരട്ടി ഈ കേരളത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യര് ഇന്ന് ആശുപത്രിയെ ശരണം പ്രാപിക്കുകയാണ്. ഉച്ചക്ക് 1 മണിക്ക് അടിച്ചു പോയിരുന്ന ഒരു ഡോക്ടറും ഒരു നേഴ്സും മാത്രമുണ്ടായിരുന്ന ആശുപത്രികൾ എപ്പോഴാ നമ്മുടെ നാട്ടില് പുതിയ രൂപത്തിലേക്കാക്കിയത്? കോവിഡ് എന്ന 2 പ്രളയം ഉണ്ടായി. ആ പ്രളയകാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു, നമുക്ക് പുനഃസൃഷ്ടിക്കണം കേരളത്തെ, റീബിൽഡ് കേരള. ഒരു വാക്കുകൂടി അദ്ദേഹം അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. എന്തായിരുന്നു ആ വാക്ക്? പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല, ഒരു പുതിയ കേരളം. എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലുള്ള ആശുപത്രികളുടെ സ്ഥിതി? UDF ഗവൺമെന്റിന്റെ കാലത്ത് അടക്കമുണ്ടായിരുന്ന സ്ഥിതി എന്താണ്? ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, ഉച്ചക്ക് 1 മണിക്ക് അടച്ചുപൂട്ടിപ്പോയിരുന്ന ആശുപത്രികളിൽ നിന്ന് മാറി 3 ഡോക്ടർമാർ, നേഴ്സുമാർ, പൂർണ്ണമായ മരുന്ന്, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. സാധാരണക്കാരായ ജനങ്ങൾ വരെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അറിയാം ഈ കോൺഗ്രസിന്റെ സുഹൃത്തിന്. അതുകൊണ്ടാണ് ആമുഖമായി അദ്ദേഹം സമ്മതിച്ചത്. 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്ന ആശങ്ക മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഈ ആളുകൾ സ്വന്തം നേതാക്കളോട് ചോദിക്കണ്ടേ? തിരുവഞ്ചൂർ അടക്കമുള്ള ആളുകളോട് നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? നിങ്ങളുടെ കൺമുമ്പിൽ ഒരു MLA-ക്ക് ഉത്തരവാദിത്തമില്ലേ തന്റെ മണ്ഡലത്തിലെ? ഈ മണ്ഡലത്തിൽ കിഫ്ബി മുഖാന്തരം മെഡിക്കൽ കോളേജ് വരുമ്പോൾ ഇതേ തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയല്ലോ, നോക്കൂ എന്റെ മണ്ഡലത്തിൽ ഇത് ആശുപത്രി വന്നിരിക്കുന്നു. PK ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ MLA പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കാണ്. എന്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ കിഫ്ബിയുടെ സ്കൂളുകൾ വന്നിട്ടുള്ളത്, റോഡുകൾ വന്നിട്ടുള്ളത്. അപ്പോ വികസനം വന്നാൽ അത് സ്വന്തം അക്കൗണ്ടിൽ ചൂണ്ടിക്കാണിക്കാം. MLA എന്നുള്ളവർക്ക് തിരുവഞ്ചൂർ അവിടെ തിരിഞ്ഞു നോക്കിയില്ല. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ 365 ദിവസവുമുള്ള ഒരു യുവജന പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേര് DYFI. യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അല്ലെങ്കിൽ താങ്കളെ കുറ്റപ്പെടുത്തുന്ന കുറച്ചുകൂടി യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളാണ്. ഈ യൂത്ത് കോൺഗ്രസ്സുകാർ മെഡിക്കൽ കോളേജിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? കേരളത്തിലെ 14 ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിൽ, താലൂക്ക് ആശുപത്രികളിൽ 365 ദിവസവും മുടങ്ങാതെ സ്നേഹത്തിന്റെ പൊതിച്ചോറെത്തിക്കുന്ന യുവജന പ്രസ്ഥാനമാണ് DYFI. 1.5 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ മുടങ്ങാതെ ഈ DYFI എന്ന് പറയുന്ന യുവജന സംഘടന പൊതിച്ചോറെത്തിക്കുന്നത്. അങ്ങനെ കർമ്മനിരതരായ ആശുപത്രിയുടെ കൂടെ, രോഗികളുടെ കൂടെ ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടനയുണ്ടോ? നിങ്ങൾ അവസരം കിട്ടിയാൽ കുറ്റപ്പെടുത്താൻ ഒരു സൂചി കിടക്കുന്ന ഗ്യാപ്പ് കിട്ടിയാൽ അതിലൂടെ പാര കടത്തിയിട്ട് രാഷ്ട്രീയം പറയാനുള്ള ശ്രമമല്ലാതെ ഈ ആശുപത്രികളെ തിരിഞ്ഞു നോക്കാൻ ഇന്ന് വരെ യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഉണ്ടോ? ആശുപത്രിയിൽ അപകടം നടന്നു, ഒരു സ്ത്രീ മരണപ്പെട്ടു. ആ സ്ത്രീയുടെ ഭർത്താവ് വരെ പറയുന്നു അതിന്റെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, എനിക്ക് ഗവൺമെന്റിൽ വിശ്വാസമാണ്. ആ സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനം ഉണ്ടല്ലോ തൊട്ടടുത്ത്, കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം. അവിടെ ഗവൺമെന്റ് ഒരുക്കിയ ഒരു സ്വീകരണത്തിൽ IPL ജയിച്ച റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ സ്വീകരണത്തിൽ എത്ര പേരാ മരണപ്പെട്ടത്? മന്ത്രിയും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന കൺമുമ്പിൽ, അവരുടെ മുമ്പിലല്ലേ നിരവധി ആളുകൾ മരണപ്പെട്ടത്? അവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ടോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാം, ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിൽ ബുൾഡോസർ വെച്ച് ഇടിച്ച് ബിൽഡിങ്ങുകൾ തകർത്ത് ആ ബിൽഡിങ്ങുകളുടെ അടിയിൽപ്പെട്ട് 100 കണക്കിന് മനുഷ്യരാണ് ഡൽഹിയുടെ തെരുവീതികളിൽ മരണപ്പെട്ടത്. മന്ത്രിയും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന കൺമുമ്പിൽ, അവരുടെ മുമ്പിലല്ലേ നിരവധി ആളുകൾ മരണപ്പെട്ടത്? അവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ടോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാം, ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിൽ ബുൾഡോസർ വെച്ച് ഇടിച്ച് ബിൽഡിങ്ങുകൾ തകർത്ത് ആ ബിൽഡിങ്ങുകളുടെ അടിയിൽപ്പെട്ട് 100 കണക്കിന് മനുഷ്യരാണ് ഡൽഹിയുടെ തെരുവീതികളിൽ മരിച്ചു വീണത്. എവിടെയുണ്ടായിരുന്നു ഇവര്? ഇപ്പൊ വന്നിട്ട് ഒരു ആശുപത്രിയുടെ ഒഴിവാക്കപ്പെട്ട കെട്ടിടം, പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ ഒരു സ്ത്രീ അവിടെ മരണപ്പെട്ടു. ആ മരണത്തിൽ എല്ലാവർക്കും പ്രശ്നമുണ്ട്. കരുതിക്കൂട്ടി ചെയ്യാത്ത ഒരു മരണത്തിന്റെ പേരിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ഒരു സ്ത്രീയോട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വൃത്തികേടുകൾ പറഞ്ഞ് അവരെ ആക്രമിക്കുന്ന രൂപത്തിലുള്ള സമരം സംഘടിപ്പിച്ചല്ലോ ഇവര്. ആംബുലൻസുകൾ വരെ തടഞ്ഞല്ലോ.
മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളെ വരെ തടയുന്ന അന്തരീക്ഷം ഉണ്ടായില്ലേ? ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം DYFI പോലെ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഈ മാതൃക കണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് സ്നേഹത്തിന്റെ പൊതിച്ചോറ് നൽകാൻ ഇവർ തയ്യാറുണ്ടോ? ഇല്ല. DYFI കണ്ട് മാതൃകയാക്കി പഠിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വയനാടിന്റെ പ്രളയത്തിൽ മരിച്ചു വീണവരുടെ പേരിൽ ഈ നാട്ടിൽ നിന്ന് പിരിവെടുത്ത് കോടികളുടെ തട്ടിപ്പ് നടത്തി വെല്ലുവിളിക്കാൻ നമ്മൾ യൂത്ത് കോൺഗ്രസ്സുകാരെ. ഓരോ മണ്ഡലത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പിരിച്ചതിന് അവരിട്ട പോസ്റ്റർ എന്റെ കയ്യിലുണ്ട് തെളിവ്. ആ തെളിവ് വെച്ചിട്ട് ഇരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തയ്യാറുണ്ടോ? കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങൾ പിരിപ്പിച്ചത് ആവറേജ് 2 ലക്ഷം വെച്ച് പിരിപ്പിച്ചതിന്റെ തെളിവ് ഞാൻ തരാം. എന്റെ കോഴിക്കോട് ജില്ലയിലെ 3 മണ്ഡലത്തിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്, കണ്ണൂരിന്റെ ഉണ്ട്. എത്ര വേണം നിങ്ങൾക്ക്? എന്നിട്ട് അതിൽ നിന്ന് മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ പിരിവ് നടത്തി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ മനുഷ്യൻ മരണങ്ങളെ കാത്തിരിക്കുന്നത്, മരണത്തെ സുവർണാവസരമായി കാത്തിരിക്കുന്നത് അത് രാത്രിയാണ്. ആ രാത്രിയാണ് അവർ പഠിക്കുന്നത്. അതാണ് ആദ്യം തന്നെ ഇതിൽ പങ്കെടുത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ കോട്ടയത്തിന്റെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായിരുന്നോ പറഞ്ഞ് അതേ കാര്യം ഇതര ആവർത്തിക്കാണ്. അതിനപ്പുറം ഇതൊരു ചർച്ചയ്ക്ക് പോലും വകയില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ നാസർ കോളായി. ശ്രീ രാജേന്ദ്രൻ പന്തളം ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. ഈവനിംഗ് ഡിബേറ്റിൽ ഇനി മറ്റു ചില വിഷയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസ് വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുമ്പോൾ DYFIയിൽ സ്നേഹത്തിന്റെ പൊതിച്ചോറുകൾ നൽകുകയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ നാസർ കോളായി പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഗുജറാത്തിലെ സർക്കാർ ആശുപത്രിയിൽ അനധികൃത മരുന്ന് പരീക്ഷണത്തിലൂടെ 741 വൃക്കരോഗികൾ മരണപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. BJP സർക്കാരിന്റെ കെടുകാര്യസ്ഥത CAG ആണ് പുറത്തുവിട്ടത്. സർക്കാർ ആശുപത്രി ഡോക്ടർമാർ പണം തട്ടിയെടുക്കാനായി രോഗികളിൽ അനധികൃത പരീക്ഷണം നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഗുരുതരവും ഞെട്ടിക്കുന്നതുമായ വിവരങ്ങളാണ് BJP ഭരിക്കുന്ന ഗുജറാത്തിലെ ആരോഗ്യ മേഖലയിൽ നിന്നും പുറത്തുവരുന്നത്. അഹമ്മദാബാദ് കോർപ്പറേഷൻ ആശുപത്രിയിൽ അനധികൃതമായി നടത്തിയ മരുന്ന് പരീക്ഷണങ്ങളിൽ 741 വൃക്ക രോഗികളുടെ ജീവൻ നഷ്ടമായെന്നാണ് റിപ്പോർട്ട്. 1999നും 2017നും ഇടയിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2352 രോഗികളിലായിരുന്നു അനധികൃത മരുന്ന് പരീക്ഷണം. സർക്കാർ ഉടമസ്ഥതയിലുള്ള അഹമ്മദാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസസ് ആൻഡ് റിസർച്ച് സെന്ററിൽ സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണമാണ് രോഗികളിൽ നടത്തിയത്. 1999നും 2017നും ഇടയിൽ നടന്ന മരണങ്ങളെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടിലൂടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. റിപ്പോർട്ട് അനുസരിച്ച് തെറാപ്പി നടത്തിയ 91% കേസുകളും പരാജയപ്പെട്ടു. 2021നും 2025നും ഇടയിൽ അനുമതിയില്ലാത്ത 50ഓളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മരുന്നുകൾ ഉപയോഗിക്കുന്ന 500ഓളം രോഗികളിൽ ആശുപത്രി പരീക്ഷണം നടത്തിയെന്നും ആരോപണമുണ്ട്. അനുമതിയില്ലാതെ നടത്തുന്ന തെറാപ്പി പരീക്ഷണങ്ങൾ സംബന്ധിച്ച് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മരുന്ന് പരീക്ഷണം നടത്താൻ അനുമതി നൽകിയതോടെ സർക്കാർ ഡോക്ടർമാർ കോടികൾ സമ്പാദിച്ചുവെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. കൈരളി ന്യൂസ്, ദില്ലി. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശകലനങ്ങളും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി CBC ജോസഫ് കൂടി ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തലാണ്. 741 വൃക്കരോഗികൾ മരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ അവഗണിക്കാനാകുന്നതല്ല. രാജ്യത്തിന്, ഗുജറാത്തിൻ്റെ മാത്രം കാര്യമല്ല. CAG റിപ്പോർട്ടിൽ തന്നെയാണ് വിവരങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, ഒന്ന്, മോദിയുടെ ഗുജറാത്തിലാണ് ഈ കാര്യം നടന്നത്. രണ്ടാമത്, സർക്കാർ ആശുപത്രിയിലാണ്. മൂന്നാമത് വരുന്ന വിവരമാണ് മരിച്ചത് 741 വൃക്കരോഗികളാണ്. നാലാമത്തെ വിവരം എന്ന് പറയുന്നതാണ് ഇത് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പണം തട്ടാൻ വേണ്ടി ഫാർമസി കമ്പനികളുമായി ഉണ്ടാക്കിയ ധാരണ എന്നുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്, അനധികൃത പരീക്ഷണം നടന്നതെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഈ CAG റിപ്പോർട്ടിലുണ്ടോ? ഇത് സംബന്ധിച്ച് ഗുജറാത്ത് സർക്കാർ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ നിലവിൽ? സിജു, അഹമ്മദാബാദിലെ കിഡ്നി ഡിസീസസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് CAG ആണ് ഈ ഒരു വിവരം പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനമായും 1999 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ഏകദേശം 741ഓളം വൃക്ക രോഗികൾ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ വൃക്ക രോഗികൾ മരണപ്പെട്ടത് അന്ന് അവിടെ നടത്തിയ ചില ഈ സ്റ്റെം സെൽ ഈ പരീക്ഷണം, തെറാപ്പി പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ഇപ്പോൾ CAG കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് 2352 പേരിലാണ് ഈ ഒരു സ്റ്റെം തെറാപ്പി പരീക്ഷണം നടത്തിയത്. ഈ തെറാപ്പി പരീക്ഷണം പൂർണ്ണമായും പരാജയമായിരുന്നു. അതായത് 91% പരാജയമായിരുന്നു എന്ന് പിന്നീട് CAG കണ്ടെത്തുകയും അതേ തുടർന്നാണ് അന്ന് സംഭവിച്ച മരണങ്ങൾ ഏകദേശം 741 പേരുടെ മരണമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ റിപ്പോർട്ട് ചെയ്ത ഈ മരണമെല്ലാം തന്നെയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായതാണെന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സർക്കാർ ആശുപത്രി, കോർപ്പറേഷൻ സർക്കാർ ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം
സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അതിൽ അനധികൃതമായിട്ടാണ് ഈ ഒരു മരുന്ന് പരീക്ഷണം നടത്തിയത്. അതായത് സർക്കാർ ഡോക്ടർമാർ അവർക്ക് സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പഠനം ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ മരുന്ന് പരീക്ഷണം അതും രോഗികൾ നടത്തുകയായിരുന്നു. അങ്ങനെയാണ് കൂട്ടത്തോടെ രോഗികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും 741 പേർ അതിൽ വൃക്ക മാറ്റിവെച്ച ആളുകളുണ്ട്, വൃക്ക രോഗികളുണ്ട്. അങ്ങനെ നിരവധിയായ രോഗികളെല്ലാം തന്നെയും ഈ പരീക്ഷണം നടത്തുകയും ആ പരീക്ഷണത്തിന്റെ ഭാഗമായി പൂർണ്ണമായും പരാജയമായിരുന്നത് പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇപ്പോഴും 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഏകദേശം നിരോധിത മരുന്ന്, അതായത് നിരോധിത ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ 50ലധികം മരുന്നുകൾ 500ഓളം രോഗികളിൽ പരീക്ഷണം നടത്തി വരുന്നതായും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് ഗുജറാത്തിലെ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ ആ ഒരു സർക്കാർ ആശുപത്രിയിലെ ഒരു കെടുകാര്യസ്ഥയും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷം വളരെയധികം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഗുജറാത്ത് സർക്കാരോ ഗുജറാത്ത് ആരോഗ്യ വകുപ്പോ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയിട്ടില്ല. നമുക്കറിയാം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ആരോഗ്യ മേഖല അത്ര മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന എല്ലാത്തിനെയും നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഗുജറാത്ത് പോലുള്ള മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നമ്മൾ ഇതിനടുത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇത് ഈ 741 പേരും മരിച്ചത് ഒരു ദിവസമല്ല, 2019 അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണം നടന്നു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനർത്ഥം ഇതാണ് ശരിക്കും സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ എന്ന് പറയുന്നത്. ഇത്രയും ആളുകൾ പല വർഷങ്ങളിലായി മരിക്കുന്നു എന്ന് പറയുമ്പോൾ, ആദ്യഘട്ടത്തിൽ പരീക്ഷണം നടത്തുമ്പോൾ ആളുകൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ ആ പരീക്ഷണം അവിടെ നിർത്തിവെക്കാൻ ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടാകും. ഇവിടെ ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ഈ കിഡ്നി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്ര വർഷമെടുത്ത് 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 741 പേരെ മരിക്കാൻ വിട്ടു എന്ന് പറയുമ്പോൾ ഇതാണ് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ എന്ന് പറയാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ഈ CAG റിപ്പോർട്ടും ഈ അനധികൃത മരുന്ന് പരീക്ഷണവും ഗുജറാത്ത് സർക്കാരിൻ്റെ ഇടപെടലും. തീർച്ചയായും BJP ഭരിക്കുന്ന ഗുജറാത്തിൽ ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് ഡെത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൊലപാതകം തന്നെയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഒരു ഇത്തരത്തിൽ ഈ മരുന്നുകൾ പരീക്ഷിക്കാനുള്ള അനുമതി പോലുമില്ലാതെ അനധികൃതമായി ആ മരുന്നുകൾ പരീക്ഷിക്കുകയും അത് രോഗികളിൽ മനുഷ്യരിൽ പരീക്ഷിക്കുകയും പിന്നീട് കാലങ്ങളായി ഇവരുടെ വൃക്കകൾ അല്ലെങ്കിൽ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവരുടെ വൃക്കകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റു പല രീതിയിൽ അവർക്ക് ചികിത്സ നൽകിയിട്ടുണ്ട്. ഈ ചികിത്സ വഴിയെല്ലാം തന്നെയും ഈ ഒരു അവരെല്ലാം തന്നെയും ഈ സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷിക്കുകയായിരുന്നു. ഇതുവഴി അവരിൽ ക്രമേണ അവർ മരണത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതും 741 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് അത്തരത്തിൽ ആ വിവരമാണ് ഇപ്പോൾ CAG തന്നെ പുറത്തുവിടുന്നത്. ഈ CAG ഒരുപക്ഷെ ഈ വാർത്ത പുറത്തുവിട്ടില്ലെങ്കിൽ ഒരിക്കലും പോലും BJP ഭരിക്കുന്ന സംസ്ഥാനത്തു നിന്നും ഇങ്ങനെ ഒരു വാർത്ത ഒരിക്കലും പുറം ലോകം അറിയുമായിരുന്നില്ല. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കുകൾ എന്ന് തന്നെ പറയാം. ഇത് സർക്കാർ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം കൂടിയാണ്. അവിടെ സർക്കാർ ഡോക്ടർമാരാണ്, അവരിപ്പോഴും അവിടെ ആ ആശുപത്രിയിൽ അവരവിടെ സേവനം അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിലേറ്റവും മറ്റൊരു ആശങ്കകരമായ കാര്യം. അത് മാത്രമല്ല ഇപ്പോഴും നിരോധിത മരുന്നുകൾ, അതായത് ഈ നിരോധിച്ച ഫാർമസ്യൂട്ടിക്കലിൻ്റെ മരുന്നുകളെല്ലാം തന്നെയും ഇപ്പോഴും 500ലധികം രോഗികളിൽ ഈ 2021 മുതൽ 2025 വരെ നിരവധി രോഗികളിൽ ഈ മരുന്നുകൾ ഇത്തരത്തിൽ പരീക്ഷിക്കുന്നതായും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ പരീക്ഷണം തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ആശങ്കകരമായ മറ്റൊരു വസ്തുതയും. എന്തായാലും ഗുജറാത്തിലെ സർക്കാർ ആശുപത്രിയിൽ സർക്കാർ ഡോക്ടർമാർ പണത്തിന് വേണ്ടി രോഗികളെ ഇത്തരത്തിൽ മരുന്ന് പരീക്ഷണശാലകളാക്കി മാറ്റിക്കൊണ്ട് കൊല്ലുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. അത് CAG ആണ് ഈ ഒരു വാർത്ത പുറത്തുവിടുന്നതും ഈ കണക്കുകൾ പുറത്തുവിടുന്നതും. ഒരു കാര്യം കൂടി, ഫാർമസി കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനിയല്ല. സിബിയുടെ റിപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കമ്പനികളല്ല, നിരവധി കമ്പനികൾ ഇങ്ങനെ ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, മരുന്ന് പരീക്ഷണം. ഈ ഡോക്ടർമാരും മരുന്ന് കമ്പനിയും തമ്മിലുള്ള നെക്സസ്, അത് അത്തരത്തിലുള്ള അഹിത കൂട്ടുകെട്ട് പണ്ട് മുതൽ തന്നെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും ആ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കമ്പനികളെല്ലാം തന്നെ ഡോക്ടർമാരുമായിട്ടുള്ള ഈ നെക്സസ് ഉണ്ട് എന്നുള്ള കാര്യം ഭരണകൂടത്തിന് അറിയാം, ഗുജറാത്ത് ഭരണകൂടത്തിന് അറിയാം. ഇത് നടക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ, ഇത്തരത്തിൽ അനധികൃത മരുന്ന് പരീക്ഷണം നടക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിമാർ പലരും മാറി വന്നിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് പിന്നാലെ. അതിൽ ഏറ്റവും ഒടുവിൽ ഒരു മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി മരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് വിമാനാപകടത്തിൽ. ഇതെല്ലാം ഈ 3-2 മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന ആ കാലയളവിൽ ഇത് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് അറിയാമായിരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്.
തീർച്ചയായും കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മതമില്ലാതെ ഒരിക്കലും ഈ ഒരു കാര്യം നടക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ അനധികൃതമായ മരുന്ന് കമ്പനികൾ, കേന്ദ്ര സർക്കാർ നിരോധിച്ച ഫാർമസ്യൂട്ടിക്കൽ മരുന്ന് കമ്പനികളുടെ മരുന്നുകൾ അത് ഈ രോഗികളിൽ പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും പരീക്ഷിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കൃത്യമായി സർക്കാരിൻ്റെ അറിവോടെയാണ്, അല്ലെങ്കിൽ സർക്കാർ തന്നെയാണ് അവർക്ക് സംരക്ഷണം നൽകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ ഒരു വാർത്ത പുറത്തുവന്നതിന് ശേഷവും കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഗുജറാത്ത് സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യവും. അതോടൊപ്പം തന്നെ ഇതിൽ ആകെ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അവർ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മാത്രമാണ് ഇതിലൊരു അപ്ഡേറ്റഡായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അന്വേഷണം എന്ന് പറയുന്നത്. എന്തായാലും ഈ വളരെ ഞെട്ടിപ്പിക്കുന്ന വ്യവസ്ഥയൊന്ന് 1999 2017 ഇടയ്ക്ക് 741 വൃക്കരോഗികൾ മരിക്കുന്നു. ആ മരണത്തിന് കാരണം ഇത്തരത്തിലൊരു ഈ മരുന്ന് പരീക്ഷണം, അതായത് സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണമാണെന്നും അതോടൊപ്പം തന്നെ 2021 മുതൽ 2025 വരെ, അത് ഇപ്പോഴും പല നിരോധിത മരുന്നുകളുടെയും പരീക്ഷണം സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നു. അത് രോഗികളിൽ നേരിട്ട് ഡോക്ടർമാർ പരീക്ഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന ഡോക്ടർമാർ സർക്കാർ ആശുപത്രിയിൽ ഉണ്ട് എന്നും ഇത് ഇപ്പോഴും അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് CAG അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. CAGയുടെ റിപ്പോർട്ടാണ്. CBC ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഗുജറാത്തിലെ സർക്കാർ ആശുപത്രികളിൽ അനധികൃത മരുന്ന് പരീക്ഷണം, 741 വൃക്കരോഗികൾ മരിച്ചത് സംശയ നിഴലിലാണ്. ഡാർക്ക് വെബ് വഴി മയക്കുമരുന്ന് കടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടും. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇതിനുള്ള നടപടി തുടങ്ങി. പ്രതികളുടെ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലെ അക്കൗണ്ടുകൾ NCB മരവിപ്പിച്ചിരുന്നു. കേസിൽ NCB അറസ്റ്റ് ചെയ്ത മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ, കൂട്ടാളി അരുൺ തോമസ്, ഇടുക്കിയിലെ റിസോർട്ട് ഉടമകളായ ദമ്പതികൾ എന്നിവരുടെ സ്വത്തുക്കളും നിക്ഷേപവും കണ്ടുകെട്ടാനാണ് തീരുമാനം. ഇതിനു മുന്നോടിയായി പ്രതികളുടെ ഇന്ത്യയിലെ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലെ അക്കൗണ്ടുകൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മരവിപ്പിച്ചിരുന്നു. മയക്കുമരുന്ന് സംഘത്തിന്റെ ഇന്ത്യയിലെയും വിദേശത്തെയും നിക്ഷേപം, ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകൾ, മറ്റു സ്വത്തുവകകൾ എന്നിവ കണ്ടുകെട്ടാനാണ് നീക്കം. അതേസമയം ഇവരുടെ വിദേശ നിക്ഷേപങ്ങൾ, ക്രിപ്റ്റോ കറൻസി ഇടപാട്, മറ്റു സ്വത്തുക്കൾ സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. എഡിസന്റേതടക്കം മരവിപ്പിച്ച അക്കൗണ്ടുകളിൽ കാര്യമായ നിക്ഷേപം ഉണ്ടായിരുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിലുള്ള കെറ്റാമെലോൺ തലവൻ എഡിസനെയും സുഹൃത്ത് അരുൺ തോമസിനെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇതിനായി NCB നേരത്തെ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. സമാനമായ മറ്റൊരു കേസിൽ അറസ്റ്റിലായ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന വാഗമണ്ണിലെ റിസോർട്ട് ഉടമകളായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ഡാർക്ക് വെബ് മയക്കുമരുന്ന് ഇടപാടിൽ കൂടുതൽ വമ്പന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. വെബ്സൈറ്റുകൾ കൂടാതെ പ്രതികളുടെ മൊബൈലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഡാർക്ക് വെബിന്റെ മുഖ്യ സൂത്രധാരനായ ഡോക്ടർ സ്യൂസിൽ നിന്ന് പാഴ്സൽ വഴിയാണ് എഡിസൺ LSD സ്റ്റാമ്പുകൾ എത്തിച്ചിരുന്നത്. തുടർന്ന് കെറ്റാമെലോൺ വഴി ബന്ധപ്പെടുന്നവർക്ക് പാഴ്സലുകളിൽ അയക്കുകയായിരുന്നു പതിവ്. ക്രിപ്റ്റോ കറൻസിയായ മൊനേറോയിലായിരുന്നു ഇടപാടുകൾ. കൈരളി ന്യൂസ്, കൊച്ചി. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, ഒരുപക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള മയക്കുമരുന്ന് ശൃംഖലയുടെ ചില രീതികൾ, അത് ഒന്ന് ഡാർക്ക് വെബ് ഉപയോഗപ്പെടുത്തുന്നു, അതിനുള്ള പണമിടപാട് ക്രിപ്റ്റോ കറൻസിയിലൂടെ നടത്തുകയും ചെയ്യുന്നു. ഇത് കേരളത്തിലെ എക്സൈസ് കാര്യക്ഷമമായ രീതിയിൽ, പോലീസും കാര്യക്ഷമമായ രീതിയിൽ തന്നെ മയക്കുമരുന്ന് വേട്ട നടത്തുന്നുണ്ട്, MDMA കടത്തുന്നവരെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ സങ്കീർണമാവുകയാണ് ഇത്തരത്തിലുള്ള ഡാർക്ക് വെബിലൂടെയുള്ള ഈ മയക്കുമരുന്ന് ഇടപാടുകൾ. എങ്ങനെയാണ് ഇതിൽ പറയുന്നത് പോലെക്കാൾ കൂടുതൽ സങ്കീർണമായിരിക്കുമല്ലോ ഇവരുടെ ഓപ്പറേഷൻ? കേരളത്തിൽ എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു വേരുകൾ ആഴ്ന്നിരിക്കുന്നത്? എന്താണ് ഇത് സംബന്ധിച്ച് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നത്? അതെ സിജു, ഇത് ഏറെ സങ്കീർണമാണ്. ഇത് സംബന്ധിച്ച ഈ ഡാർക്ക് വെബ് സംബന്ധിച്ച ഇടപാടുകൾ ഇത് കണ്ടെത്താൻ തന്നെ വലിയ പ്രയാസമാണ്. ഈ NCB 4-5 മാസത്തെ ശ്രമത്തിനൊടുവിലാണ് ഈ എഡിസൺ എന്ന് പറയുന്നയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ശൃംഖല ഏറെ വലുതാണ്. ഈ ഇന്ത്യയിലെ തന്നെ വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയായിരുന്നു കെറ്റാമെലോൺ എന്ന് പറയുന്ന മയക്കുമരുന്ന് ശൃംഖല. അതിന്റെ തലവനാണ് ഈ എഡിസൺ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഡാർക്ക് വെബ് വഴി ഈ കെറ്റാമെലോൺ മയക്കുമരുന്ന് ഓർഡർ ചെയ്യുന്നത് വിദേശത്തിരിക്കുന്ന ഡോക്ടർ സ്യൂസ് എന്ന് പറയുന്ന ലഹരി കാർട്ടലിൽ നിന്നാണ്. അവിടെ ഓർഡർ ചെയ്ത് പാഴ്സലായി കെറ്റാമെലോൺ വഴി ഇവിടേക്ക് എത്തിക്കും. തുടർന്ന് ആവശ്യക്കാർക്ക് ഈ എഡിസൺ തന്നെയാണ് പാഴ്സലിൽ ഇത് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത് പ്രവർത്തിക്കുകയാണ്. ഈ എഡിസന്റെ കൂട്ടാളികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുക ഏറെ ശ്രമകരമാണ്. അത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഡാർക്ക് വെബ് വഴി ഇവിടെ കേരളത്തിൽ എത്തുന്നത് വരെ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പലർക്കും അവർ തമ്മിൽ പരസ്പരം അറിയാതെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ചങ്ങല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇതിലെ കൂടുതൽ കണ്ണികളെ കണ്ടെത്തുന്നത് പ്രയാസം ആവുന്നത്. പക്ഷേ എഡിസനെ കണ്ടെത്താൻ ഇപ്പോൾ NCBക്ക് കഴിഞ്ഞിരിക്കുന്നു. എഡിസനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ പേരിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ. ഇതിനിടയിൽ
രണ്ടുപേരെ ഇടുക്കിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ എഡിസനുമായി നേരിട്ട് ബന്ധമുള്ളവരല്ലെങ്കിലും എഡിസന്റേതുപോലെ തന്നെ സമാനമായി 2 വർഷമായി ഈ ലഹരി ഇടപാട് നടത്തുന്നവർ തന്നെയാണ്. റിസോർട്ട് ഉടമകളാണ്, ദമ്പതികളാണ്. അവർ ഇത്തരത്തിൽ ഈ ഡോക്ടർ ഫ്യൂസിൽ നിന്ന് തന്നെയാണ് ഡാർക്ക് വെബ് വഴി മയക്കുമരുന്ന് ഇവിടെ എത്തിച്ച് ഓസ്ട്രേലിയയിലേക്കാണ് അവർ കയറ്റുമതി ചെയ്തിരുന്നത്. അപ്പോൾ പലയിടങ്ങളിലായി പലരും ഇത് ചെയ്യുന്നുണ്ട്. അതിന്റെ ചങ്ങല മുറിക്കുക വലിയ പ്രയാസമാണ്. പക്ഷേ ഇപ്പോൾ ഒരു 4 പേരെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ പേരിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് NCB പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നത്. തിങ്കളാഴ്ച ഉമേഷ്, ഒരുപക്ഷേ ഈ കേരളത്തിൽ ഈ MDMA പരിശോധനകൾ വളരെ ശക്തമാണ്. പോലീസും എക്സൈസും വലിയ തരത്തിലുള്ള പരിശോധനകൾ നിരവധി പേരെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിശോധന ശക്തമായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഡാർക്ക് വെബിനെ അവർ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് നമുക്ക് പറയാനാകുമോ? അങ്ങനെ തന്നെയാണ്. കാരണം ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഇവരെ NCBക്ക് കണ്ടെത്താനും അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസികൾക്ക് ഇവരെ പിടികൂടുക വളരെ പ്രയാസമാണ്. സാധാരണ ഇന്റർനെറ്റ് വഴിയല്ല ഇത്. ഇന്റർനെറ്റ് രംഗത്തെ അധോലോകം എന്നാണ് ഈ ഡാർക്ക് വെബ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് അധികം പിടിക്കപ്പെടാതെ എന്നാൽ വലിയ ധനസമ്പാദനത്തിനുള്ള സാധ്യത ഉള്ളൊരു മേഖലയായാണ് ഇവരൊക്കെ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ എഡിസൺ എന്ന് പറയുന്നയാൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അയാൾക്ക് ഈ രംഗത്ത് വലിയ അവഗാഹമുള്ളയാളാണ്. പലയിടത്തും ജോലി ചെയ്ത ഒരാളാണ്. അയാളാണ് ഇങ്ങനെ 2 വർഷം മുമ്പ് ഈ സാധ്യത തിരിച്ചറിയുകയും വലിയ ധനസമ്പാദനത്തിന് കഴിയും എന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ ഡാർക്ക് വെബ് വഴി ഇത്തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയത്. അതുകൊണ്ട് പലരും ഒരു പക്ഷേ ഇനിയും അറിയപ്പെടാതെ ഈ രംഗത്ത് തുടരുന്നുണ്ടാകാം. NCBക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെയൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ ഈ ഡോക്ടർ ഫ്യൂസ് എന്ന് പറയുന്ന ആളിലേക്ക് തന്നെ എത്താൻ NCBക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് അത് നിയന്ത്രിക്കുന്നവർ ഉള്ളത്. അതുകൊണ്ട് അവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ പലരും ഇത്തരത്തിൽ അറിയപ്പെടാതെ ഇതിന്റെ കണ്ണികളായി. ശരി ഉമേഷാണ് ഡാർക്ക് വെബിലൂടെ മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നത്തെ ഈവനിംഗ് ഡിബേറ്റ് ഈ വിഷയത്തോടുകൂടി സമാപിക്കുകയാണ്.